ഇത് ഇങ്ങനെയാണ് വീക്ക് ഡേയ്സിൽ ഏകദേശം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോയിട്ടോ. കാരണം കൊച്ചു 6:15 പോയി കഴിഞ്ഞാലേ പിന്നെ ജസ്റ്റിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ സമയമുണ്ട്. എനിക്ക് ഓഫ് ഉള്ളപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ ഏതെങ്കിലും മൂവി കണ്ടതിൻ്റെ ബാക്കി കാണും, അതിലെങ്കിൽ ഏതെങ്കിലും സീരീസ് ഒക്കെ കാണും. അപ്പോൾ അത് കണ്ടുകൊണ്ട് കഴിക്കാമല്ലോ. അറ്റ് പ്രസന്റ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ക്വിഡ് ഗെയിം സീസൺ 2 ഇല്ലേ, അതാണ്. ഇഡലിക്കകത്ത് ചമ്മന്തിയാണോ ചമ്മന്തിക്കകത്ത് ഇഡലിയാണോ? മുമ്പ് എന്നോട് പറയട്ടെ, എന്ത് തോന്നുന്നു? ചമ്മന്തിക്കകത്ത് ഇഡലി. ഇനി ഒരാൾ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി ഇല്ല, എന്നാ പിന്നെ അതും കൂടെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനി എന്തിനാ വെക്കുന്നത്? മുഴുവൻ പഠിച്ചു പോരില്ലേ? ഇഡലി സ്ക്വിഡ് ഗെയിം, ഇഡലി സ്ക്വിഡ് ഗെയിം, നല്ല കോമ്പിനേഷൻ. ഇഡലി സ്ക്വിഡ് ഗെയിം, സ്ക്വിഡ് ഗെയിം ഇഡലി, സ്ക്വിഡ് ഗെയിം, സ്ക്വിഡ് ഗെയിം ഇഡലി, ഇഡലി സ്ക്വിഡ് ഗെയിം. തോൽവി പരാജയം, സോറി എന്നാ തോൽവി വിജയം, തോൽവി വിജയം. ഓടി ഓഫീസിൽ പോകുന്നില്ലേ? ഓഫീസിൽ പോയിട്ടാണ് എനിക്കൊന്ന് കളന്ന് ഉറങ്ങാൻ. ഇന്ന് തൊട്ട് ഒന്ന് എനിക്കങ്ങ് സുഖിക്കണം. എൻ്റെ സിനിമ മോഹൻലാൽ വന്നത് മോനെ സ്കൂളിൽ വിട്ടു. അപ്പം ഓഫീസ് ജസ്റ്റ് 8:30 ആയി. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ 10 മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. 9:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റിയുടെ കാര്യം 9 ഓഫീസിൽ പോകണ്ടേ. സമയം നോക്കി 8:30 പോകുന്നില്ലേ? അത് ഞാനിരിക്കുന്ന കണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്യാനൊക്കെ തോന്നുന്നതാണ് മോന്. ഒരിക്കലും ഞാനത് പ്രോത്സാഹിപ്പിക്കില്ല. ഇന്ന് ഞാൻ ഫുള്ള് റെസ്റ്റിംഗ് ഡേയ്സ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ജസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ. ഓഫിൻ്റെ ഫസ്റ്റ് ഡേ ചിലപ്പം ഉറക്കമൊന്നും ശരിയായില്ല, ഉറങ്ങുന്നേ ഉള്ളൂ. ഇന്ന് പിന്നെ ജസ്റ്റിക്ക് ഓഫീസിലോട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടുപേരും, ഞാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്, ജസ്റ്റ് ഓഫീസിലും കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ അടുത്ത് പല നാഷണാലിറ്റീസുള്ള ആൾക്കാർ, പിന്നെ നമ്മുടെ ഇന്ത്യൻസും മല്ലൂസും ഒക്കെ ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ബേക്കറീസൊക്കെ. ബിക്കോസ് ഓരോ സ്ഥലത്തും ബേക്കറികൾ ഡിഫറൻ്റ് അല്ലേ. മലബാർ സൈഡിലുള്ള ബേക്കറി ആയിരിക്കില്ല നമ്മുടെ സൈഡിലത്തെ. നമ്മുടെ ബേക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി കൊട്ടാരം ബേക്കറിയിലെ ബേക്കറിയാണ് മക്കളെ. നമ്മൾ ബേക്കറി സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചത് കൊട്ടാരത്തിൽ നിന്നാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന ഒരു സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ വടി, നമ്മുടെ മുണ്ടക്കയം ടൗൺ ബേക്കറി മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ആയിരുന്നേ. പക്ഷെ അതിപ്പോൾ കാഞ്ഞിരപ്പള്ളി ഏതൊക്കെയോ ബേക്കറി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വടി കിട്ടിയില്ല, നമ്മൾ വടിയായിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ ജസ്റ്റിക്ക് ഓഫീസിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ലഡുവും ജിലേബിയും കുറേ കൊണ്ടുവന്നേ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ലഡുവിൻ്റെ പകുതി ഞാൻ അന്നേ തിന്ന് തീർത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഡു. അത് തിന്ന് ഏകദേശം ലഡു പോലെ ഞാൻ ആയിട്ടുമുണ്ട്. കളർ മാത്രം ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കൊട്ടാരം ബേക്കറി ഒരു പ്ലം കേക്ക് കൂടെ വെച്ചേക്കാന്ന് ഓർത്തു. ക്രിസ്മസ് ഒക്കെ അല്ലേ, നല്ല പ്ലം കേക്ക് കേട്ടോ കൊട്ടാരത്തിൽ. അങ്ങനെ നമ്മുടെ ജസ്റ്റ് ഫൈനലി ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റിന് ഒരു വിധത്തിൽ ഓഫീസിൽ പറഞ്ഞ് ഉന്തി തള്ളി വിട്ടിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. ഇപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ചട്ടനും പോയി പൊട്ടനും പോയി ലല്ലല എന്നുള്ളൊരു രീതിയാണ്. ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സമയം ഉണ്ടെന്നേ. പക്ഷേ ഇവരുള്ളപ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്കുണ്ടോ